എന്നായിരിക്കും ഒരു നീണ്ട സന്തോഷം നിറഞ്ഞ ജീവിതത്തിന്റെ യഥാർത്ഥ രഹസ്യം? ഒരുപക്ഷെ ആ ഉത്തരം ജപ്പാനിലെ ലളിതമായ ഒരു വാക്കിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവാം: ഇകിഗായ്. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം, ആരോഗ്യം, സമൂഹം ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുന്നൊരു അടിപൊളി തത്വമാണിത്. വാ, നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ അന്വേഷണം തുടങ്ങുന്നത് ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമായിരിക്കും അല്ലേ, എങ്ങനെയാണ് ചിലർക്ക് മാത്രം ഇത്രയധികം കാലം, അതും നല്ല ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ സാധിക്കുന്നത്? ഇതിന്റെ ഉത്തരം തേടിയാണ് നമ്മളിന്ന് പോകുന്നത്. ഈ ഒരു സംഖ്യ കണ്ടോ, 24.55. ഇത് ജപ്പാനിലെ ഒക്കിനാവ എന്ന സ്ഥലത്ത് 1,00,000 ആളുകളിൽ 100 വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണമാണ്. ഇത് വെറുമൊരു കണക്കല്ല കേട്ടോ. ലോക ശരാശരി വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വളരെ ഉയർന്ന ഒരു സംഖ്യയാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഉറപ്പാണ്. ശരി, അപ്പോ ഈ അസാധാരണത്വത്തിന് പിന്നിലെന്താണ്? അതിന്റെ ഉത്തരം തേടി നമുക്ക് നേരെ ഒക്കിനാവയിലേക്കൊന്ന് പോയി നോക്കാം. അവിടെ ദീർഘായുസിന്റെ ഗ്രാമം എന്നറിയപ്പെടുന്നൊരു സ്ഥലമുണ്ട്, ഓഗിമി. ഒരുപക്ഷേ ഈ പ്രതിഭാസത്തിന്റെ എല്ലാം രഹസ്യങ്ങൾ അവിടെ ഒഴിഞ്ഞിരിപ്പുണ്ടാവാം. നമ്മുടെ അന്വേഷണത്തിന്റെ കേന്ദ്രബിന്ദു അതാണ്. അപ്പോ ഇതാണ് നമ്മുടെ അന്വേഷണത്തിലെ ആ വലിയ തുമ്പ്, ഇക്കിഗായ്. സിമ്പിളായി പറഞ്ഞാൽ ഇക്കി എന്ന് വെച്ചാൽ ജീവിതം, ഗായ് എന്ന് വെച്ചാൽ മൂല്യം. അതായത് നിങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥവും ലക്ഷ്യവും നൽകുന്ന, എല്ലാ ദിവസവും രാവിലെ യെസ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു കാരണം, അതാണ് ഇക്കിഗായ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഇക്കിഗായ് എന്ന ആശയവും നമ്മളൊക്കെ കേട്ട് ശീലിച്ച റിട്ടയർമെന്റ് എന്ന ആശയവും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന് നോക്കിക്കേ. ഒരിടത്ത് ജീവിതകാലം മുഴുവൻ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് എപ്പോഴും ആക്റ്റീവായിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു. മറ്റൊരിടത്തോ എങ്ങനെയെങ്കിലും ജോലി നിർത്തി സ്വസ്ഥമായി ഇരിക്കണമെന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഈ കാഴ്ചപ്പാടിലെ വ്യത്യാസം അത് വളരെ വലുതാണ്. അവരുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് കേൾക്കുമ്പോഴാണ് ഈ ഐഡിയയുടെ ആഴം നമുക്ക് ശരിക്കും മനസ്സിലാവുക. ഒരിക്കലും വിരമിക്കരുത്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ലക്ഷ്യബോധത്തോടെ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മുഴുകുക. ഇതാണ് ഇക്കിഗായുടെ കാതൽ. ഓക്കെ, അപ്പോൾ ഇക്കിഗായി എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതല്ല, അതിനൊരു മാനസികമായ തലം കൂടിയുണ്ട്. ഇനി നമുക്ക് അതിന്റെ സൈക്കോളജിയിലേക്ക് കടക്കാം. വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നതിനു പകരം പ്രവൃത്തികളിലൂടെ എങ്ങനെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താമെന്ന് കിഴക്കും പടിഞ്ഞാറുമുള്ള തത്വങ്ങളൊക്കെ ഒരുപോലെ പറയുന്നുണ്ട്. ഇദ്ദേഹം വിക്ടർ ഫ്രാങ്കിൾ, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അതിക്രൂരമായ പീഡനങ്ങളെയൊക്കെ അതിജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ ലോഗോ തെറാപ്പി എന്ന ആശയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സ് പണമോ പ്രശസ്തിയോ ഒന്നുമല്ല, മറിച്ച് ഒരർത്ഥം കണ്ടെത്താനുള്ള നമ്മുടെ അടങ്ങാത്ത ആഗ്രഹമാണ്. ഫ്രാങ്ക്ലിന്റെ ഈ ആശയം ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ ഈ ഒരു കഥ കേട്ടാൽ മതി. ഭാര്യയുടെ മരണത്തിൽ ആകെ തകർന്നുപോയൊരു ഡോക്ടർ. അദ്ദേഹത്തിന്റെ ദുഃഖത്തിന് ഒരർത്ഥവുമില്ലായിരുന്നു. എന്നാൽ ആ വേദനയെ അവൾക്കു വേണ്ടിയുള്ളൊരു ത്യാഗമായി അദ്ദേഹം കണ്ട നിമിഷം അദ്ദേഹത്തിന്റെ സഹനത്തിനൊരർത്ഥം കൈവന്നു. വേദനയെ അതിജീവിക്കാൻ ഒരു ലക്ഷ്യം കിട്ടി. ജപ്പാനിൽ നിന്നുള്ള മൊറിറ്റ തെറാപ്പിയും ഏതാണ്ട് ഇതേപോലൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. വിഷമം, സന്തോഷം ഇതൊക്കെ കാലാവസ്ഥ പോലെയാണ്, വരും പോകും. പക്ഷെ നിങ്ങളുടെ പ്രവൃത്തികൾ, അത് നിങ്ങളുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് എന്ത് തോന്നുന്നുവെന്നതിനെക്കുറിച്ച് അധികം ആലോചിക്കാതെ എന്ത് ചെയ്യണമെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ജോലിയിൽ മുഴുകി സമയം പോയതറിയാതിരുന്നിട്ടുണ്ടോ? അതാണ് ഫ്ലോ സ്റ്റേറ്റ്. മിഹായ് ചിക്സൻമിഹായുടെ ഈ ആശയം പറയുന്നത്, നമ്മുടെ കഴിവിന് കറക്റ്റ് പാകമായ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലെത്തുന്നതെന്നാണ്. വെല്ലുവിളി കൂടിപ്പോയാൽ നമുക്ക് ടെൻഷനാവും, തീരെയില്ലെങ്കിലോ ബോറടിക്കും. അതിന്റെ ആ ഒരു കറക്റ്റ് ബാലൻസാണ് ഫ്ലോ. നമ്മുടെ ഫ്ലോ സ്റ്റേറ്റിനെ തകർക്കുന്ന ഏറ്റവും വലിയ വില്ലനാണ് മൾട്ടി ടാസ്കിംഗ്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഫോൺ നോക്കുക, വേറൊന്ന് ആലോചിക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഒന്നിനും പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇത് നമ്മുടെ കാര്യക്ഷമത കുറയ്ക്കുക മാത്രമല്ല, നമ്മളെ വല്ലാതെ ക്ഷീണിപ്പിക്കുകയും ചെയ്യും. ശരി, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് മനസ്സിനെക്കുറിച്ചാണ്. ഇനി നമുക്ക് ശരീരത്തിലേക്ക് വരാം. ഒരു നൂറ്റാണ്ട് ജീവിക്കാൻ ഒക്കിനാവക്കാർ അവരുടെ ശരീരത്തിന് നൽകുന്ന ഇന്ധനം എന്തൊക്കെയാണെന്ന് നോക്കാം. അവരുടെ ദൈനംദിന ശീലങ്ങൾ. അവരുടെ ഭക്ഷണരീതിയുടെ എല്ലാം അടിസ്ഥാനം ഒരു പഴയ കൺഫ്യൂഷൻ തത്വമാണ്, ഹരഹാച്ചി ബു. ഇതിന്റെ പിന്നിലെ ഐഡിയ വളരെ സിമ്പിളാണ്. വയറ് നിറഞ്ഞ പൊട്ടാറാകുമ്പോഴല്ല, ഏകദേശം ഒരു 80% നിറഞ്ഞെന്ന് തോന്നുമ്പോൾ അപ്പം നിർത്തുക. ഇങ്ങനെ കാലറി കുറയ്ക്കുന്നത് നമ്മുടെ ശരീരത്തിന് അധികം സ്ട്രെയിൻ കൊടുക്കാതിരിക്കുകയും
കോശങ്ങളുടെ പ്രായമാകുന്ന പ്രക്രിയയെ പതിയാക്കുകയും ചെയ്യുമത്രേ. അവരുടെ ഡയറ്റ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഏകദേശം 206 തരം ഭക്ഷണങ്ങൾ അവർ സ്ഥിരമായി കഴിക്കാറുണ്ട്. അതിൽ കൂടുതലും പച്ചക്കറികളും സസ്യാഹാരവുമാണ്. ഷിക്വാസ പോലുള്ള ഒരുപാട് ആന്റിഓക്സിഡന്റുകളുള്ള സൂപ്പർ ഫുഡുകളാണ് അവരുടെ ആരോഗ്യത്തിന്റെ മറ്റൊരു രഹസ്യം. വ്യായാമം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ജിമ്മും കഠിനമായ വർക്കൗട്ടുമൊക്കെയാണ്, അല്ലേ? പക്ഷെ ഒക്കിനാവക്കാരുടെ രഹസ്യം അതല്ല. അവരുടെ ജീവിതം തന്നെയാണ് ഒരു വ്യായാമം. ഗാർഡനിംഗ്, നടപ്പ്, ലളിതമായ ചലനങ്ങൾ, ഇങ്ങനെ ദിവസം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഈ ചെറിയ ചെറിയ ചലനങ്ങളാണ് അവരെ ഫിറ്റായി നിർത്തുന്നത്. ഓർക്കണം, മണിക്കൂറുകളോളം അനങ്ങാതിരിക്കുന്നത് നമ്മുടെ മെറ്റബോളിസം 90% വരെ കുറയ്ക്കും. ഓക്കെ, മനസ്സായി, ശരീരമായി. ഇനി മൂന്നാമത്തെ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്: സമൂഹം. ഒറ്റപ്പെടൽ എന്ന പ്രശ്നത്തെ ചേർത്ത് പരസ്പരം താങ്ങും തണലുമായി നിലകൊള്ളുന്ന ശക്തമായ സാമൂഹിക ബന്ധങ്ങളാണ് ഒക്കിനാവയുടെ ഏറ്റവും വലിയൊരു കരുത്ത്. മോവൈ എന്നൊരു സംവിധാനം തന്നെയുണ്ടവിടെ. ഇതൊരു സാധാരണ ഫ്രണ്ട്സ് ഗ്രൂപ്പല്ല, അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ്. ഒരു രണ്ടാം കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. സാമ്പത്തികമായിട്ടായാലും വൈകാരികമായിട്ടായാലും അവരെപ്പോഴും പരസ്പരം സഹായിക്കും. ഇന്നത്തെ ലോകത്ത് നമ്മളെല്ലാവരും നേരിടുന്ന ഒറ്റപ്പെടലിനുള്ള ഏറ്റവും നല്ലൊരു മറുമരുന്നാണിത്. ഇനി നമ്മൾ ഈ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന അവസാനത്തെ ഒരു ആശയത്തിലേക്ക് വരികയാണ്. വെല്ലുവിളികളെ വെറുതെ അതിജീവിക്കാൻ മാത്രമല്ല, ആ വെല്ലുവിളികളിൽ നിന്ന് കൂടുതൽ കരുത്താർജിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മാനസികാവസ്ഥ. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ദുർബലം, അതായത് ഫ്രെജൈലായിട്ടുള്ള ഒന്ന്, എന്തെങ്കിലും പ്രഷർ വന്നാൽ അത് പൊട്ടിപ്പോകും. റെസീലിയന്റ് അഥവാ പ്രതിരോധശേഷിയുള്ളതാണെങ്കിലോ അത് പ്രഷറിനെ താങ്ങും, എന്നിട്ട് പഴയതുപോലെയാകും. എന്നാൽ ആന്റി ഫ്രെജൈൽ അങ്ങനെയല്ല. അത് സമ്മർദ്ദത്തെ ഒരു വളം പോലെ ഉപയോഗിച്ച് അതിൽ നിന്ന് മുൻപത്തേക്കാൾ കൂടുതൽ ശക്തമായി മാറും. അപ്പോ ചോദ്യമിതാണ്, നമുക്ക് എങ്ങനെ ആന്റി ഫ്രെജൈൽ ആകാം? 1. ജീവിതത്തിൽ പലയിടത്തും താങ്ങുകളുണ്ടാക്കുക. ഒരു വരുമാന മാർഗത്തെ മാത്രം ആശ്രയിക്കാതിരിക്കുക. 2. ചെറിയ കണക്കുകൂട്ടിയ റിസ്കുകൾ എടുക്കാൻ മടിക്കരുത്. 3. നിങ്ങളെ ദുർബലമാക്കുന്ന കടം, മോശം ശീലങ്ങൾ, വിഷലിപ്തമായ ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അപ്പം നമ്മൾ ഇത്രനേരം പറഞ്ഞ കാര്യങ്ങളല്ലേ, അതിന്റെ എല്ലാം ഒരു സംഗ്രഹമാണ് ഒക്കിനാവയിലെ പ്രായം ചെന്ന ആളുകൾ പറയുന്ന ഈ 10 ലളിതമായ നിയമങ്ങൾ. എപ്പോഴും ആക്റ്റീവായിരിക്കുക, പതുക്കെ പോവുക, വയറു നിറയെ കഴിക്കാതിരിക്കുക. ഇങ്ങനെ നീളുന്നു ആ ലിസ്റ്റ്. ദീർഘവും സന്തുഷ്ടവുമായ ജീവിതത്തിലേക്കുള്ള ഒരു വഴികാട്ടി തന്നെയാണിത്. അപ്പോൾ ഈ വിവരണം അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും തിരിച്ചടികളുമൊക്കെ എന്തായാലും ഉണ്ടാകും. പക്ഷേ അവയെ അതിജീവിക്കാൻ മാത്രമല്ല, അവയിൽ നിന്ന് കൂടുതൽ കരുത്താർജിക്കാൻ ഈ ആന്റി ഫ്രാജൈൽ എന്ന ആശയം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഒന്ന് ചിന്തിച്ചു നോക്കൂ.